യാത്ര ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? എൻ്റെ മകൻ താക്കോലൊക്കെ എടുത്ത് നേരെ കാണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് വീട്ടിൽ നിന്ന്. ഞായറാഴ്ച ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, അതുപോലെ തന്നെ എൻ്റെ വൈഫും മക്കളും. അവർക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ നമ്മൾ യാത്ര എന്ന് പറയുന്നത് തന്നെ. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പെരുമറ്റം ജുമാ മസ്ജിദിൽ ചെന്നു. വലിയപ്പൂപ്പാട് ഖബർസ്ഥാനിൽ ചെന്ന് താക്കോലൊക്കെ ഉസ്താദിനെ കൊണ്ട് ഓദിച്ച് വലിയപ്പൂപ്പാക്ക് ഒരു പട്ടൊക്കെ ഖബർസ്ഥാനിൽ വെച്ച് അവിടെ നിന്ന് കുറച്ച് നേരം ഉസ്താദായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്താ പറയേണ്ട, ഞങ്ങൾ ആ പള്ളിയിൽ യാസീനൊക്കെ ഓതി ദുആയൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു കുളിർമ തോന്നി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി നേരെ തൊടുപുഴയ്ക്ക് ഞങ്ങൾ പോയി. തൊടുപുഴയിൽ കലയിന്താനി കൊന്താലം ബാവ എന്ന് പറയുന്ന നമ്മൾ കൊന്താലം പള്ളിയിൽ പോയി ഒളു ചെയ്യുന്നതാണ്. ഒളു ചെയ്ത് ഞങ്ങൾ കൊന്താലം ബാവ അടുത്ത് പോയി ഒരുപാട് നേരം ദുആയൊക്കെ ചെയ്ത് യാസീനൊക്കെ ഓതി നിന്ന് ഉസ്താദായിട്ട് സംസാരിച്ചു കൊണ്ട് നിന്ന്. അതൊക്കെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. കാരണം ജീവിതത്തിൽ കിട്ടാത്ത നമുക്ക് ഏറ്റവും വലിയ ഒരു മനോഹാരിതയാണ് പള്ളികളിൽ പോകുമ്പോൾ ആ ഒരു സന്തോഷം. വല്ലാത്തൊരു സന്തോഷം തന്നെ. അതൊക്കെ പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഒരിക്കലും. അതൊക്കെ ആ ഫീല് അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ മഹത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താ പറയേണ്ട, കൊന്താലം ബാവ അടുത്ത് ചെല്ലുമ്പോൾ ഉള്ളൊരു നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കുളിർമ അത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്ത് അസുഖങ്ങൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വല്ലായ്മ വന്നാലും നമ്മൾ ആദ്യം തന്നെ വലിയപ്പൂപ്പ അല്ലെങ്കിൽ കൊന്താലം ബാവ എന്നാണ് ആദ്യം തന്നെ ഞങ്ങൾ പറയുന്നത്. അവിടെ ചെന്ന് യാസീനൊക്കെ ഓതിക്കൊണ്ട് ദുആയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് തോന്നുന്നത്. പിന്നെ പള്ളിയുടെ ആ ഒരു പ്രകൃതിയും എന്താ പറയേണ്ട ഒരു മനോഹാരിതയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നപ്പോൾ ഒരുപാട് നേരം അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ആ ഒരു ഫീലൊന്നും പറഞ്ഞറിയിക്കാൻ എന്തായാലും സാധിക്കില്ല. അങ്ങനെ പള്ളിയുടെ ആ മഹത്വം നമുക്ക് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല, അല്ലേ? അങ്ങനെ പള്ളിയിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അതാണ് ഞായറാഴ്ചത്തെ അനുഭവം.